ഇതുവരെ ഉണ്ടായ ആരോപണങ്ങളിൽ ഒരു തരത്തിലും മാച്ച് ആവാത്ത, അതായത് ഒരു തരത്തിലും നമുക്ക് ചിന്തിക്കാൻ പറ്റാത്തൊരു പരിപാടിയാണ് ആറാട്ടണ്ണനെതിരെ വന്നേക്കുന്ന ആരോപണം. ആറാട്ടണ്ണൻ മാത്രം, ബാക്കിയുള്ളവരെ നമുക്കറിയത്തില്ല. കാരണം എനിക്ക് ഇവരോട് വലിയ കമ്പനിയൊന്നുമില്ല. പക്ഷെ ആറാട്ടണ്ണനെ കൊണ്ട് ഇങ്ങനൊരു കാര്യം ചെയ്യാൻ പറ്റത്തില്ല. ഒരു അതിക്രമം അത് മുന്നേയും കണ്ടിട്ടുള്ളതാണ്. ആരെങ്കിലും വന്ന് തല്ലിയാൽ പോലും തിരിച്ചു തല്ലാൻ പറ്റാത്തൊരാൾ, ഇനി ആരെങ്കിലും കളിയാക്കിയാലും മനസ്സിലാകാത്തൊരാൾ. ഞാൻ തന്നെ പല വീഡിയോയിലും കൂടിരുത്തി ഓരോന്നൊക്കെ പറഞ്ഞാൽ പോലും പ്രതികരണമൊന്നുമില്ല. പുള്ളി അത് ശ്രദ്ധിക്കുന്നില്ല. അല്ല, അതിനുള്ളൊരു സാധനം പുള്ളിക്കില്ല. പിന്നെ ഇയാൾ ഈ പറയുന്ന പോലെ പുള്ളിക്ക് ലൈംഗികമായ, അതായത് അതൊന്നും എനിക്കറിയേണ്ട വിഷയമല്ല. പക്ഷേ മൊത്തത്തിലുള്ളൊരു ക്യാരക്ടർ ഇതുവരെ ആറാട്ടനെ കണ്ടിട്ടുള്ളവരും നേരിട്ട് പരിചയപ്പെട്ടവരും ഇതിനിടയിൽ ഒന്ന് കമൻറ്റ് ചെയ്യാമെങ്കിൽ ചെയ്യും. കാരണം അയാളെ കൊണ്ട് ഇതൊന്നും പറ്റത്തില്ല. അയാളൊരു പെണ്ണുങ്ങളെ വായ നോക്കത്തൂലുമില്ല. ആകെ ഉള്ളത് ഈ സെലിബ്രിറ്റി ക്രഷ് മാത്രമാണ്. അതും സെലിബ്രിറ്റികളെ കണ്ട് അവിടെ കിടന്ന് വട്ടം കറങ്ങി അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കും. ഇടയ്ക്കൊരു ഗ്യാപ്പ് കിട്ടിയാൽ ചെന്ന് കയറി ഒന്ന് എന്തെങ്കിലും ഒന്ന് പറയണം. അത് ആണുങ്ങളോടും പെണ്ണുങ്ങളോടും ഒരുപോലെ. പക്ഷേ പെണ്ണുങ്ങളോട് പുള്ളിക്ക് ക്രഷും. അത് നടന്മാരെ കണ്ടു കഴിഞ്ഞാൽ സൂപ്പറാണ് കേട്ടോ, കൈ ഒന്ന് ഷെയ്ക്കാൻ്റെ കൊടുത്തിട്ട് വരണം. അത് ഹണിറോസിനെ കണ്ടപ്പോൾ ഹണിറോസാണ് ഏറ്റവും ഡീസൻ്റായിട്ട് ഇടപെട്ടത് ഇതുവരെ. എഴുന്നേറ്റ് വന്ന് എന്നൊക്കെ ഷെയ്ക്കാൻ കൊടുക്കുന്നു. എനിക്ക് അതോടെ ഹണിറോസിനെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കാരണം അത്രയും അത് ഇത്രയൊക്കെ ഒപ്പിച്ചു, അല്ലെ ഇങ്ങനെയൊക്കെ നടക്കുന്ന ഒരാളാന്ന് പറഞ്ഞിട്ട് അവരത് ചെയ്തപ്പോഴേ. ഈ പരിചയപ്പെട്ടിട്ടുള്ള, അല്ലെ ഇയാൾക്ക് ഫോൺ നമ്പറുണ്ട് പലരുടെയും. ഒത്തിരി പേരെ വിളിക്കാറുണ്ട് ആറാട്ടന്. വിളിച്ചിട്ട് പറയുന്ന കാര്യങ്ങളെന്ന് പറഞ്ഞാൽ, വാഴ നല്ല പടമാണ്, ഡിലേ ഉണ്ട്, അത് ലാഗുണ്ട്, കണ്ടിരിക്കാം, എല്ലാവരും നല്ലപോലെ ചെയ്തിട്ടുണ്ടോ, ഡയറക്ഷൻ നല്ലതാണ്, ഇത്രയൊക്കെ പറഞ്ഞിട്ട് കട്ട് ചെയ്യും. എല്ലാവരോടും ഇത്രേ വിളിച്ച് പറയാറുള്ളൂ. ഞാൻ പറഞ്ഞിട്ടില്ല, എനിക്കറിയാവുന്ന എൻ്റെ പെൺ സുഹൃത്തുക്കളായ എല്ലാവരെയും ഞാൻ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. നമ്പറുണ്ട്. ആരെയും വിളിച്ച് ഇന്നുവരെ ശല്യം ചെയ്തിട്ടില്ല. ഓരോരുത്തർക്ക് വന്ന് പറയാൻ തുടങ്ങി. അയാൾക്ക് അങ്ങനെ ഒരു ക്യാരക്ടർ ഇല്ല. അഗ്രഷൻ എന്ന് പറഞ്ഞ സാധനമൊന്നും ഇല്ല ആരോടും. ഈ ലുലുമോളി വന്നിരിക്കും, പെണ്ണുങ്ങളെ വായ നോക്കുവോ, ഒരു മോശം കമൻ്റ് അടിക്കുകയോ പോലും ചെയ്യാത്തൊരാൾ. ഈ ആറാട്ടനെ പറ്റി ഇപ്പോൾ വന്നേക്കുന്ന സംഭവം ആറാട്ടണ്ണൻ്റെ ജീവിതത്തിൽ പറ്റാത്തൊരു കാര്യമാണ്. നോട്ടം കൊണ്ടോ വാക്കുകൊണ്ടോ ഒരു അഗ്രസീവ് നേച്ചർ അയാൾക്ക് ഇന്നേ വരെ ഞാൻ കണ്ടിട്ടില്ല ഒരിടത്തും. പിന്നെ ഇടയ്ക്ക് പറഞ്ഞ പോലെ വല്ല പോസ്റ്റ് ഇടുമ്പോൾ കാണണമെന്നൊക്കെ പറഞ്ഞ് വീഡിയോ പറയുന്ന പോലെ അല്ലത്. അറിയാവുന്ന ഒരാളും ഇത് കേട്ടാൽ വിശ്വസിക്കാൻ പറ്റത്തില്ല. എനിക്കറിയാവുന്ന ആറാട്ടൻ ഇതാണ്. നിങ്ങൾക്കറിയാവുന്ന ആറാട്ടനെ കുറിച്ച് നിങ്ങൾക്ക് വേണേൽ പറയാം, കമൻ്റ് ഇടാം. നേരിട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ സെൽഫി എടുത്തിട്ടുണ്ടെങ്കിൽ അതിനടി കൊണ്ടിടും. കാര്യങ്ങൾ പറ. അതൊരു പാവമാണ്. പാവം എന്ന് പറഞ്ഞാൽ നിഷ്കളങ്കനും നിരുപദ്രവകാരിയുമായ ഒരാൾ. നിരുപദ്രവകാരി എന്ന് പറഞ്ഞാൽ എന്ത് സെൻസ്, ഈ പൊട്ടത്തരം പറഞ്ഞിട്ടുള്ള അലമ്പുണ്ടാക്കുന്ന പരിപാടിക്കകത്ത് കുഴപ്പമുള്ളത് എന്താണെന്ന് ചോദിച്ചാൽ, അയാൾക്ക് ചെറിയ ഇങ്ങനത്തെ ഒരു പ്രശ്നമുള്ളതുകൊണ്ട് ഇങ്ങനെയൊക്കെ വാവിട്ട് പറയാൻ സാധ്യത ഉള്ള ഒരാളായതുകൊണ്ട് മാത്രം സംഭവിച്ചു എന്നൊരു കാര്യമാണ്. അല്ലാതെ ആറാട്ടനെ കൊണ്ട് പോട്ടെ, എന്തെങ്കിലും വിറ്റ്നസ് ചെയ്തെന്നങ്ങ് വിചാരിക്കുക. ആ വിറ്റ്നസ് ചെയ്താൽ പോലും അയാൾക്കത് പിടിച്ചുകൊണ്ടിരിക്കാൻ പറ്റത്തില്ല. അത്രയ്ക്ക് വീക്കാണ് ആൾ. അതെവിടെയെങ്കിലും വന്ന് പറയും. നമ്മളോടൊക്കെ ആദ്യം പറയുന്ന ഇതായിരിക്കും, ഇങ്ങനെ എന്തെങ്കിലും പറ്റിയിട്ടുണ്ടെങ്കിൽ. ഞാൻ ചുമ്മാ ഇളക്കാൻ പറഞ്ഞ കാര്യം പോലും വിളിച്ചു പറയും. അപ്പോൾ നമുക്ക് നല്ലപോലെ അറിയാം അയാളോട് എന്ത് പറഞ്ഞാലും ചിലപ്പോൾ നാളെ വൈകിട്ട് വീഡിയോ വരും. അപ്പോൾ ഓരോന്നൊക്കെ പറയാറുണ്ട്. ഞാൻ പറയും, ആറാട്ടണ്ണ ഇങ്ങനെ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ തന്നെ പറയും, നീ പറ, ഇങ്ങനെയൊക്കെ ചുമ്മാ പറ, രസമല്ലേ, എന്താണ് ഇയാൾ മറ്റുള്ളവരെ പറ്റി ഓരോന്നൊക്കെ പറയുന്നുണ്ട്. എന്നെപ്പറ്റി പറഞ്ഞാൽ ഞാൻ ഏതെങ്കിലും കേസ് കൊടുക്കത്തില്ല. നീ എന്നെപ്പറ്റി എന്തെങ്കിലുമൊക്കെ പറഞ്ഞു, ഒരു ഇത് സമാധാനം കിട്ടുമെങ്കിൽ. അയാൾക്ക് ഇങ്ങനത്തെ കുറെ വീഡിയോ ഇടുന്ന ഇഷ്ടമാന്നേ. എന്നെപ്പറ്റി എന്ത് വേണേ പറഞ്ഞോ, കുഴപ്പമൊന്നുമില്ല. ചേട്ടൻ കാശിനോ വേണ, 3500 സ്ത്രീകളുമായിട്ട് ബന്ധപ്പെട്ടോ, ഈ കാര്യങ്ങളൊക്കെ പറയും. അപ്പം ഞാൻ പറയാൻ എന്താ പറഞ്ഞ കുഴപ്പമില്ല. ഇടയ്ക്ക് വിളിച്ചിട്ട് ഒരു സാധനം പറഞ്ഞു, ഞാൻ അത് വേണ്ട, അത്രയും സാധനം ഏതായാലും ചില കാര്യങ്ങൾ എന്നോട് ചോദിച്ചാൽ ഞാൻ ഇങ്ങനെ പറയട്ടെ ചെകുത്താനെ പറ്റി, ഞാൻ പറയണേ പറഞ്ഞു, എന്ത് വേണേ പറഞ്ഞ കുഴപ്പമില്ല. അയാളെ അത്രേ ഉള്ളൂ. അല്ലാതെ ആറാട്ടണ്ണൻ ഒരു ക്രൈം ചെയ്യാനോ ഒരാളെ ഉപദ്രവിക്കാനോ അല്ലെ ഉപദ്രവം കണ്ടു നിന്നാൽ അത് വെച്ചോണ്ടിരിക്കാൻ പോലും അത്രയ്ക്കൊന്നും മെന്റൽ കപ്പാസിറ്റി ഉള്ള ആളല്ല. നിങ്ങളത് അത്രയും പേടിപ്പിച്ച് അന്ന് കൂടെ നിർത്തി എല്ലാം പറഞ്ഞു വന്നപ്പോൾ ലാസ്റ്റ് ആറാട്ടണ്ണൻ പറഞ്ഞ് നിങ്ങൾ ശ്രദ്ധിച്ചാന്നോ, ആ തെർമോക്കോൾ പൊളിച്ചില്ലേ, തുണിയെല്ലാം വാരി എറിഞ്ഞില്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. ആറാട്ടനെ അങ്ങനെ കള്ളം പറയിക്കാൻ പോലും പാടാ. അവൻ പേടിച്ച് അവിടെ വന്നുകൊണ്ട് പറയും, തോക്ക് കണ്ടില്ല, ഇല്ല, അങ്ങനെ എനിക്ക് ഓർമ്മയില്ല, എനിക്ക് OCD ആന്ന് പറയും. പക്ഷെ ഇപ്പുറത്ത് വന്നു കഴിയുമ്പോൾ പുള്ളി സത്യം പറയും. അപ്പൊ എല്ലാവരും കൂടെ കളിയാക്കി, ഇവൻ ഒരിടത്ത് നിൽക്കത്തില്ല, ഇവൻ അങ്ങനത്തവനാണോ, ഇവൻ ഏതെങ്കിലും ഒരിടത്ത് ഉറച്ചു നിൽക്കടാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒത്തിരി പേര് ചീത്ത വിളിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. എനിക്ക് സത്യത്തെ അയാളോട് ഒരു വിരോധമൊന്നും തോന്നിയില്ല. കാരണം അയാളുടെ ഒരു മാനസികാവസ്ഥ അങ്ങനെയാണ്.
പേടിച്ചു കഴിഞ്ഞാൽ പുള്ളി പേടിച്ചിട്ട് എന്തൊക്കെയോ പറയും. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പേടി കുറഞ്ഞു കഴിയുമ്പോൾ പുള്ളി വേറെ പറയും. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ട്. ഇതിനിടയിൽ ഈ പാവം ഇനി എന്തോ ചെയ്യുമെന്ന് എനിക്കറിയത്തില്ല. ഒരു പിടിയും കിട്ടുന്നില്ല. അയാൾ എന്തോ ചെയ്യാൻ പോവാ. കഷ്ടമാണ് അയാളുടെ കാര്യം. ഇതിനൊക്കെ എന്തെങ്കിലും ഒരു നടപടി പെട്ടെന്ന് എന്തെങ്കിലും ചെയ്യണം. എന്ത് ചെയ്യാനാ? ഇയാളോട് പറഞ്ഞാലും നമ്മളാരും പറഞ്ഞാൽ കേൾക്കത്തൊന്നുമില്ല. ഇതൊക്കെ പോലീസുകാർ തന്നെ എന്തെങ്കിലും നടപടി എടുക്കണം. ഈ കേസുമായിട്ട് ബന്ധപ്പെട്ട് ഇത്രയും നിരപരാധിയായ ഒരു നിഷ്കളങ്കനായ ഒരു പാവ മനുഷ്യനെ ഇങ്ങനെ ഉപദ്രവിക്കാൻ അനുവദിച്ചുകൂടാത്ത. എന്റെ അറിവില് ഇവര് പോലീസ് സ്റ്റേഷനിൽ പോയിട്ടുണ്ട്. ഇതേ പോലീസ് സ്റ്റേഷനിൽ FIR ഇട്ടിട്ടുണ്ടായിരുന്നു. അവരവിടെ ചെന്നതാണ്. പോലീസുകാർ അന്വേഷണമൊക്കെ നടത്തിയിട്ടുണ്ട്. അതിന്റെ റിപ്പോർട്ട് എന്താണെന്നോ അവരുടെ നടപടി എന്താണെന്നോ അറിയത്തില്ലെന്നേ ഞാൻ മനസ്സിലാക്കിയത്. അതിനകത്ത് പിന്നീടൊന്നും കേട്ടുമില്ല. പിന്നെ ഇപ്പോഴാണ് കേൾക്കുന്നത്. ഇങ്ങനെ വാർത്തകളിൽ ഈ പറഞ്ഞ ആൾ വന്നിട്ടുണ്ട്. അവർക്ക് നേരിട്ട് ഇയാളെ കണ്ടിട്ടില്ലെന്ന് ആറാട്ടണം പറയുന്നുണ്ട്. ആറാട്ടണം അവരെ നേരിട്ട് കണ്ടിട്ടില്ല. അപ്പൊ അങ്ങനെ നേരിട്ട് കണ്ടിട്ടില്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഗ്രൂപ്പ് പ്രവർത്തിക്കുന്നുണ്ട് അതിനിടയിൽ. അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. അതായത് ഒരു വാട്സപ്പ് ഗ്രൂപ്പിലിരുന്ന് കുറെ പിള്ളേര് അതിനിട്ട് ഇത് കൂടി പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് കൂടിയപ്പോ ആറാട്ടൻ കളമശ്ശേരി പോലീസ് സ്റ്റേഷനിൽ പരാതിയും കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ ഒരു ഗ്രൂപ്പ് ഉണ്ട്, അതുമായിട്ട് എനിക്കൊരു ബന്ധമില്ല, കുറെ ആൾക്കാർ കുറെ അപവാദങ്ങൾ പറഞ്ഞെടുക്കുന്നു, ആറാട്ടനാണ് എന്റെ എന്താ പറയാ അഡ്മിൻ എന്നൊക്കെ പറഞ്ഞ് ആരും അടിച്ചിറക്കി. ആറാട്ടൻ ആ ഗ്രൂപ്പിൽ പോലും ഇല്ല. എന്നിട്ട് പോലും ആ പാവത്തിനെ ഇട്ട് ഇങ്ങനെയുള്ള ഓരോ എന്തും പറഞ്ഞ്, മനസ്സിലായില്ലേ? അയാൾ അറിയാത്ത കാര്യങ്ങളാണ് കൂടുതലും. അയാൾ എന്തെങ്കിലും അറിഞ്ഞിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ല, ഇനി അറിഞ്ഞാൽ പോലും കാര്യമില്ല. മനസ്സിലായോ? അതൊരു പ്രശ്നമാണ്. അങ്ങനെ ഒരു കേസല്ല, ഒരു പരാതി പോലീസ് സ്റ്റേഷനിൽ കൊടുത്തിട്ടുണ്ടാകും. കാരണം ആ ഗ്രൂപ്പിൽ നിന്നൊക്കെ പ്രശ്നങ്ങളുണ്ടാവും ഇയാൾക്ക്. അതിനകത്തൊക്കെ ആരോണ്ടിരുന്ന് സംസാരിക്കുന്നത് ആറാട്ടനാണെന്ന് തെറ്റിദ്ധരിച്ച് പലരും ചീത്ത വിളിക്കുക. എന്നാൽ അതിനകത്ത് ഇയാളില്ല. ഇയാൾ ആ ഗ്രൂപ്പിലും ഇല്ല, ഒന്നുമില്ല, അതുമായിട്ടൊരു ബന്ധമില്ല. അവിടെ നടക്കുന്ന കാര്യങ്ങൾ പുള്ളി അറിയുന്നുമില്ല. പിന്നെ ചിലർ വന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് പുറത്തിടുമ്പോഴാണ് കാണുന്നത് ഇത്രയും അലമ്പ്. അതായത് ഇവിടുത്തെ കുറച്ച് ന്യൂസൻസ്, ശരിക്കും പറഞ്ഞാൽ അതുപോലത്തെ അലമ്പ് അവിടെ നടക്കുന്നത്. എന്നിട്ട് ഈ പറഞ്ഞവന്മാരെല്ലാം കൂടെ ഇയാളെ ചീത്ത വിളിക്കുക, അല്ലെ ഇയാൾ അങ്ങനെ ചെയ്ത് ഇങ്ങനെ ചെയ്യുന്നു കുറെ സ്ക്രീൻഷോട്ട് എടുത്ത് പ്രചരിപ്പിക്കുക, എന്തൊക്കെയോ കച്ചറ കാണിക്കുന്നുണ്ടാകുന്നു. ആ പാവത്തിനെ എല്ലാവരോടും ഇങ്ങനെ ഇട്ട് ഉപദ്രവിക്കേണ്ട കാര്യമൊന്നുമില്ല. ഒരിക്കലും ഇയാൾ നേരിട്ട് കണ്ടിട്ടില്ല, ഉറപ്പാ. അയാൾ പറഞ്ഞ് ഞാനിവരെ കണ്ടിട്ട് പോലും ഇല്ല, എന്നിട്ട് എന്തിനാ എന്നെ ഇങ്ങനെ പീഡിപ്പിക്കുന്നതെന്നാ പുള്ളി ചോദിക്കുന്നത്. ഞാൻ എന്ത് ചെയ്യണോ എന്നൊക്കെ. അതാണ് ശരിയായ അവസ്ഥയെന്ന് എനിക്ക് തോന്നുള്ളൂ. കാരണം പുള്ളി അങ്ങനെ കള്ളമൊന്നും പറയത്തില്ല. ഇനി എന്തെങ്കിലും പറ്റിയിട്ടുണ്ടെങ്കിൽ പുള്ളി അന്നേ വീഡിയോ ഇട്ടേനെ, പെരേര അങ്ങനെ ചെയ്തോ, അല്ലെ അവർ ചെയ്തത് ശരിയായില്ല, ഇനി പോലീസ് സ്റ്റേഷനിൽ വെള്ളം വിളിച്ച് കംപ്ലൈന്റ് ചെയ്യുന്നു ഇയാള്. അങ്ങനത്തെ ഒരു പാർട്ടി ഇത്.